ആദ്യത്തെ കോൺസെപ്റ്റാണ് അക്രൂവൽസ് കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷിൻ്റെ ബേസിസിലല്ല, അക്രൂവൽസ് ബേസിലാണ്. എന്ന് വെച്ചാൽ ഹലോ സ്റ്റുഡൻസ്, സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പറിലെ കോൺസെപ്ച്വൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഓക്കെ, കോൺസെപ്റ്റ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, തിയറി ടോപ്പിക്കാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നൊരു ടോപ്പിക്കുമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊരു സെഷൻ നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ സമ്മറി പോലെ. ഓക്കെ, യെസ്, വാട്ട് ഈസ് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക്? ഓക്കെ, കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് അണ്ടർലൈങ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, FS പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ഇത് ഫോളോ ചെയ്ത് FS പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ FS എന്തായിരിക്കും, അത്യാവശ്യം അടിപൊളിയായിരിക്കും. FSൻ്റെ ക്വാളിറ്റി ഒക്കെ പ്രോപ്പർ ആയിരിക്കും. എന്തായാലും ഒരു IFRS ഫോളോ ചെയ്യുന്നൊരു കമ്പനി എന്തായാലും കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അണ്ടർലൈങ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ്, പ്രിപ്പയറേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് യൂസേഴ്സ്. ഓക്കെ, ഇത് നോക്കിയിട്ട് പോലുമാണ് എന്ത് വരുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ്സ് പോലും പ്രിപ്പയർ ചെയ്യുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ത് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അക്കൗണ്ട്സിൻ്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ പറയുന്നത് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആൻഡ് അത് ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്. എങ്ങനെയാണ് കൺസിസ്റ്റൻസി വരുന്നത്, എങ്ങനെയാണ് ട്രാൻസ്പെറൻസി വരുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ഒരു യൂണിഫോമിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, FSൽ ഫീൽ ചെയ്യും ഈ ഒരു സംഭവം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, പർപ്പസ് ഓഫ് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ടു ഡെവലപ്പ് കൺസിസ്റ്റൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതാണ് ഏറ്റവും വലിയൊരു പർപ്പസ് അല്ലേ. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ കേട്ട് IA-16, IFRS 16, IFRS 15 ഇങ്ങനത്തെ പല സ്റ്റാൻഡേർഡ്സും പ്രിപ്പയർ ചെയ്യുന്ന എന്ത് ബേസ് ചെയ്തിട്ടാണ്, ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്, കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് ഫോളോ ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റാൻഡേർഡ്സ് IFRS പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ, to assist preparers in applying standards and dealing with unregulated transactions. ഓക്കെ, എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യേണ്ടത്, ഇനി അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ FSൽ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ഒക്കെ കാര്യങ്ങൾ അവിടെ പറയും, കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് പറയും. ടു ഹെൽപ്പ് യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് കൂട്ടും. ഓക്കെ, നമ്മളെ കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ തന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കും. അതിലൊക്കെ തന്നെ മെയിനായിട്ടുള്ളൊരു എന്താണ്, ഒരു ക്വാളിറ്റിയാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം FSൻ്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ കൂടും. ഓക്കെ, പിന്നെ ടു ഗൈഡ് ഓഡിറ്റേഴ്സ് ആൻഡ് റെഗുലേറ്റേഴ്സ് ഇൻ ഇവാലുവേറ്റിംഗ് റിപ്പോർട്ടിംഗ് ക്വാളിറ്റി. ശരിയല്ലേ, എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ് ആൻ ഓഡിറ്റർ അല്ലെങ്കിൽ ആസ് എ റെഗുലേറ്റർ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഏതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കുമായിട്ട് അലൈൻഡ് ആണോ നോക്കിയിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ പർപ്പസ് അഥവാ ഫീച്ചേഴ്സ് വരുന്നത് ഏതിൻ്റെ, കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിൻ്റെ. യെസ്, അപ്പോൾ അതിൻ്റെ കീ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിനുള്ള പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്, പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫോർമേഷൻ ഫോർ എക്കണോമിക് ഡിസിഷൻസ്. അല്ലേ, നമ്മുടെ യൂസേഴ്സിന് കറക്റ്റ് എക്കണോമിക് ഡിസിഷൻ എടുക്കാനുള്ള യൂസ്ഫുൾ ഇൻഫോർമേഷൻ ഏത് ത്രൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ത്രൂ ആണ്. SOPL, SOFP, ബാലൻസ് ഷീറ്റ് ത്രൂ ഒക്കെ അല്ലേ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. നമ്മൾ കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിനുള്ളിൽ പറയുന്നതാണ്. ഓക്കെ, നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ഫണ്ടമെൻ്റൽ ആൻഡ് അനാലിറ്റിക്. എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വേണ്ട മെയിൻ ക്വാളിറ്റീസ്, മെയിൻ ക്യാരക്ടേഴ്സ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, അത് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഫണ്ടമെൻ്റൽ ആൻഡ് അനാലിറ്റിക്. ഫണ്ടമെൻ്റൽ മീൻസ് അതിൽ രണ്ടെണ്ണമാണ് വരുന്നത്, റെലവൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കുന്ന ഒരു സംഭവം എന്തായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു 2025 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിൽ 2025 ഫിഗേഴ്സ് മാത്രമേ വരാവുള്ളൂ അല്ലേ. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ ഉള്ളിൽ വരാവുള്ളൂ. പഴയ ഡേറ്റ ഒന്നും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. സോ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം FS കാണിക്കാനായിട്ട്. അതാണ് ആദ്യത്തെ ഒരു ഫീച്ചർ, ഫണ്ടമെൻ്റൽ അണ്ടറിൽ വരുന്നത്. പിന്നെ ഉള്ള സംഭവമാണ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കുന്ന ഓരോ കാര്യവും ഫെയ്ത്ത്ഫുള്ളി ആയിരിക്കണം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓണസ്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, റെപ്രസെൻറ്റ് ചെയ്യാൻ. ഓക്കെ, കള്ളത്തരമൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻഹാൻസിങ് ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെങ്കിൽ അതിൽ 4 കാര്യങ്ങളാണ് വരുന്നത്, കമ്പാരബിലിറ്റി, വെരിഫയബിലിറ്റി, ടൈംലിനെസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി. കമ്പാരബിലിറ്റി മീൻസ് നമ്മൾ FS പ്രിപ്പയർ ചെയ്യുന്നത് ഇതിലായിരിക്കണം, കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എന്ന് വെച്ചാൽ ഈ വർഷം നമ്മൾ ഫോളോ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ അടുത്ത വർഷം ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതി എന്തായിരിക്കണം, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ കമ്പാരബിലിറ്റിയാണ് ആദ്യത്തെ ഫീച്ചർ. അടുത്തൊരു ഫീച്ചറാണ് വെരിഫയബിലിറ്റി. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും സപ്പോർട്ടിങ് എന്ത് വേണം, ഡോക്യുമെൻറ്റേഷൻ വേണം ടു വെരിഫൈ. ഇപ്പോൾ നമ്മൾ പറയുകയാണ് സെയിൽസ് ഇത്ര നടന്നു, അപ്പോൾ അത്രയും സെയിൽസിനെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന എന്ത് വേണം നമ്മുടെ കയ്യിൽ, സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റേഷൻ. മേ ബി സെയിൽസ് ഇൻവോയ്സോ GDNോ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കണം. പിന്നെ ടൈംലിനെസ്,
നമ്മളൊരു ഇയർ എൻഡ് കഴിഞ്ഞാൽ FS ഓൺ ടൈം പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇപ്പോൾ അക്കൗണ്ടിങ് ഇയർ എൻഡ് മിക്ക കമ്പനീസിനും 31 ഡിസംബറാണ് വരിക. ആ ഒരു ഇയർ എൻഡിന് ശേഷം ഒരു 3 months മാക്സിമം അതിനുള്ളിൽ എന്ത് വേണം, FS പ്രിപ്പയർ ചെയ്തിരിക്കണം. ടൈംലി ഇൻഫോർമേഷൻ അതിലേക്ക് പോകണം, യൂസേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ക്വാളിറ്റിയാണ്. പിന്നെ അടുത്തൊരു ക്വാളിറ്റിയാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. നമ്മുടെ FS യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് ഫിനാൻഷ്യൽ നോളജ് ഉള്ളവർ മാത്രം ആവണമെന്നില്ല, വേറെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും ഉപയോഗിക്കാം, ശരിയല്ലേ? അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അനാവശ്യമായിട്ട് ഭയങ്കര വലിയ ജാർഗൻസ് ഒന്നും ഉപയോഗിക്കാതാവണം എന്ത് ചെയ്യാൻ, FS പ്രിപ്പയർ ചെയ്യാൻ. അണ്ടർസ്റ്റാൻഡബിലിറ്റിയാണ് അടുത്ത ഫീച്ചർ. ഇതാണ് ഫണ്ടമെൻ്റൽ ആൻഡ് എൻഹാൻസിങ് ക്വാളിറ്റി. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ നോക്കുന്ന എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസ്. അറിയാലോ, അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്ന സാധനങ്ങൾ അല്ലേ. പ്രസന്റ് എക്കണോമിക് റിസോഴ്സ് കൺട്രോൾ ബൈ ദ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്. അതിൽ നിന്ന് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. ലയബിലിറ്റി എന്ന് പറഞ്ഞാലോ നമുക്ക് പൈസ കൊടുക്കാനുള്ള സിറ്റുവേഷൻ, നമുക്കൊരു ബാധ്യതയാണ്, പ്രസന്റ് ഒബ്ലിഗേഷനാണ്. യെസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാലോ നമ്മുടെ കമ്പനിയുടെ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചിട്ട് ബാക്കിയുള്ള സംഭവം ഇക്വിറ്റി, അഥവാ നെറ്റ് വർത്ത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പറയാം, ഓണേഴ്സ് ഫണ്ട്സ് എന്നൊക്കെ പറയാം. ക്യാപിറ്റൽ ഇക്വിറ്റി സെയിം. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഇൻകം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്ന പൈസ, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലവ്. യെസ്, ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതാണ് എലമെൻറ്റ്സ് ഓഫ് കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക്. യെസ്. പിന്നെ ഇത് നമ്മൾ നോക്കുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തൊരു കോൺസെപ്റ്റാണ് അക്രൂവൽസ് കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷിൻ്റെ ബേസിസിലല്ല, അക്രൂവൽസ് ബേസിലാണ്. എന്ന് വെച്ചാൽ റവന്യൂ ഏൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും, റെസ്പെക്റ്റീവ് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ലയോ. അതാണ് അക്രൂവൽസ് ബേസിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സെയിലൊക്കെ നടത്തുന്ന ക്രെഡിറ്റിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ 10,000 രൂപയുടെ സെയിൽ ഇപ്പോൾ ഈ മാസം നടന്നു വിചാരിക്കും. കമ്പനി ചിലപ്പോൾ പൈസ വാങ്ങിക്കുന്നത് 3 മാസത്തിന് ശേഷമായിരിക്കും. പക്ഷേ ഇന്ന് സെയിൽ നടന്നാൽ ഇന്ന് തന്നെ അത് എന്ത് ചെയ്യണം, ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഈ വർഷം തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്ത വർഷത്തിലേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഏൺ ചെയ്യുന്ന എപ്പോഴാണോ അന്ന് തന്നെ കാണിച്ചോ. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്തോ, ഒരു ചിലവ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്തോ, നമ്മൾ SOPയിൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചോ, പൈസ കൊടുത്തോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. യെസ്. പിന്നെ അടുത്തൊരു കോൺസെപ്റ്റാണ് പ്രൂഡൻസ് കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ അസറ്റിനെ ഒന്നും എന്ത് ചെയ്യരുത്, ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ട് അത് കൂടാതെ ലയബിലിറ്റിനെ അണ്ടർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബിസിനസ്സിന് കൂടുതലൊരു പ്രവണത കാണും, അസറ്റൊക്കെ കൂട്ടി കാണിക്കാം, ലയബിലിറ്റി കുറച്ച് കാണിക്കാം. അത് പാടില്ല എന്നാണ് ആര് പറയുന്നത്, പ്രൂഡൻസ് കോൺസെപ്റ്റ് പറയുന്നത്. പിന്നെ അടുത്തൊരു കോൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് നമ്മൾ FS പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഫോർസേബിൾ ഫ്യൂച്ചർ. നമ്മുടെ കമ്പനി നമ്മൾ എന്തിനാണ് ഫോം ചെയ്യുന്നത്, ഒരു വർഷം തുടങ്ങിയിട്ട് പൂട്ടിപ്പോകാനുള്ള അല്ല, കുറേ നാളത്തേക്ക് മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്തയോടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, FS പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ആസ് എ കമ്പനി അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇയർ, ഒരു വർഷത്തിൻ്റെ അപ്പുറമെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു അസംഷനിൽ വേണം എന്ത് ചെയ്യാൻ, FS പ്രിപ്പയർ ചെയ്യാൻ. അതാണ് ഗോയിങ് കൺസേൺ അസംഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ അടുത്തൊരു കോൺസെപ്റ്റാണ് കൺസിസ്റ്റൻസി. എന്ന് വെച്ചാൽ നമ്മളെല്ലാ അക്കൗണ്ടിങ് പീരീഡിലും അക്കൗണ്ടിങ് പോളിസീസ് സെയിം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്തോ. ഇപ്പോൾ ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് അത് തന്നെ ഉപയോഗിച്ച് പോയിക്കോ അല്ലേ. എന്നാൽ അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എപ്പോഴും പോളിസീസ് ഒന്നും മാറ്റിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും അത്ര അത്യാവശ്യം വന്നാൽ മാത്രം മാറ്റിക്കോ. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. പിന്നെ വരുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ്. എന്ന് വെച്ചാൽ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, നമ്മൾ കേട്ടില്ലേ, ഒരു ഡ്യുവൽ എൻട്രിയാണ് അക്കൗണ്ട്സിൽ വരുന്നത് അല്ലേ. ഒരു ചിലവ് വന്നാൽ അതിനെന്ത് വരും, ഒരു ഇങ്ങോട്ട് ഇൻകം കിട്ടും അല്ലേ. ഒരു 2 എൻട്രീസ് എന്തായാലും വരും, ശരിയല്ലേ. അപ്പോൾ റവന്യൂവിന് മാച്ച് ആയിട്ടുള്ള എക്സ്പെൻസ് അവിടെ കാണിക്കണം, FS കാണിക്കണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്. പിന്നെ വരുന്നതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. നമ്മൾ FSൽ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടാണ് എല്ലാം കാണിക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡിൽ അത് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രം. ഓക്കെ, മെറ്റീരിയൽ ആയ കാര്യത്തിന് മാത്രം പുറകെ അത്ര ഇതായിട്ട് നടന്നാൽ മതി. ഓക്കെ, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് മീൻസ് ഒരു കമ്പനിയുടെ യൂസേഴ്സിനെ എക്കണോമിക് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ ഒരു കോടികൾ ടേൺ ഓവർ നടക്കുന്ന ഒരു കമ്പനിയിൽ ഒരു 10 രൂപ 20 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചെറിയൊരു സംഭവമാണ് അല്ലേ. അതവർക്ക് മെറ്റീരിയൽ അല്ല. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു യൂസേഴ്സിന്, ഒരു കമ്പനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്. അപ്പോൾ അങ്ങനത്തെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്യുറേറ്റ് ആയിട്ട് വേണം അക്കൗണ്ട് ചെയ്യാൻ. അതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്. ഇനി നമ്മുടെ കീ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് IASB, IFRS ഫൗണ്ടേഷൻ, അതുകൂടാതെ IFRS അഡ്വൈസറി കമ്മിറ്റി, ഇൻ്റർപ്രിറ്റേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യണം. മെയിനായിട്ടുള്ള രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ IASB എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, IFRS ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആരാ, IASB ആണ്. ആൻഡ് ഓൾസോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഒക്കെ ഓവർസീ ചെയ്യുന്നത് ആരായിരിക്കും, IASB ആയിരിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, ഓവർസീ ചെയ്യുന്നത്, ബാക്കി സ്റ്റാൻഡേർഡ് സെറ്റിംഗ്, ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഒക്കെ ഓവർസീ ചെയ്യുന്നതും ഇവരായിരിക്കും, IASB. ആൻഡ് IFRS ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ IASB ചെയ്യുന്ന പണികളൊക്കെ ഓവർസീ ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്ന ആരായിരിക്കും, IFRS ഫൗണ്ടേഷൻ ആയിരിക്കും. ഇവരായിരിക്കും ബാക്കിയുള്ള, ഇപ്പോൾ IFRS ഫോളോ ചെയ്യാത്ത കുറച്ച് കൺട്രീസ് ഉണ്ട്, ശരിയല്ലേ, കുറേ കൺട്രീസ് ഉണ്ട്. അവരെയൊക്കെ ഈ IFRSലേക്ക് കൊണ്ടുവരുന്നവരായിരിക്കും
IFRS ഫൗണ്ടേഷനിലുള്ള ആൾക്കാരായിരിക്കും. ഇവരായിരിക്കും അവരെയൊക്കെ പോയി കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് IASB ആൻഡ് IFRS ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞുള്ള 2 സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതും കൂടെ ഒന്ന് റെഫർ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. കുറേ ടോപ്പിക്സ് നോക്കി. യെസ്, എല്ലാത്തിൻ്റെയും ഓൾമോസ്റ്റ് സമ്മറി പോലെ നോക്കി. എല്ലാവരും ഒന്ന് ജസ്റ്റ് ബാക്കിയും കൂടെ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.